ലോട്ടറി തൊഴിലാളിയെ കബളിപ്പിച്ച് പണം കവർന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന വട്ടേക്കാട്ടിൽ ഗോപിയെ കബളിപ്പിച്ചാണ് പണം തട്ടിയത്. ഇന്നലെ ഒരു 11:30-12 മണിക്കുള്ളിൽ ഒരാൾ വന്ന് ഒരു ടിക്കറ്റ് ആദ്യം എടുത്തു. എന്നിട്ട് പറഞ്ഞു 2 ടിക്കറ്റ് നോക്കാണ്ട് ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ 2 ടിക്കറ്റ് നോക്കിയപ്പോൾ അതിൽ 500 ഉണ്ട്. 500 ഉണ്ട് ചേട്ടാന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഞാൻ ചിറ്റാട്ടേരെ എവിടെയെങ്കിലും പോയിട്ട് മാറാമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ വീണ്ടും വന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാം, പൈസ ഉണ്ടാവും, ബാക്കി തരാമെന്ന് വെച്ചു. അങ്ങനെ അതിൻ്റെ ബാക്കി 13 ടിക്കറ്റ് കൊടുത്തു, ബാക്കി 500 രൂപയും കൊടുത്തു. പക്ഷേ വണ്ടി നമ്പറോട്ട് ഒന്നും നോക്കുകയും ചെയ്തില്ല. കടയിൽ പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൽ പ്രൈസ് ഇല്ല, 99 നമ്പർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് 1000 രൂപ ലോട്ടറി അടിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം കവർന്നത്. കഴിഞ്ഞ 13-ാം തീയതി നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റിൽ 3409 എന്ന അവസാന 4 നമ്പറിന് 500 രൂപ സമ്മാനമുണ്ടായിരുന്നു. 3409 എന്ന 4 നമ്പറുള്ള 2 ടിക്കറ്റുമായി കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ ആൾ ടിക്കറ്റ് മാറിത്തരാമോ എന്ന് ചോദിക്കുകയും 13 ലോട്ടറി ടിക്കറ്റ് എടുക്കുകയും ചെയ്യുകയായിരുന്നു. ടിക്കറ്റിന്റെ വിലയായ 490 രൂപ കിഴിച്ച് 500 രൂപ പണമായി വാങ്ങി ഇയാൾ സ്ഥലം വിടുകയും ചെയ്തു. തുടർന്ന് അടുത്ത ദിവസത്തെ ടിക്കറ്റ് എടുക്കാൻ ഏജൻസിയിലെത്തിയപ്പോൾ സമ്മാനാർഹമായ ടിക്കറ്റുകൾ സ്കാൻ ചെയ്തപ്പോഴാണ് തട്ടിപ്പ് നടന്ന കാര്യം ഗോപിക്ക് മനസ്സിലായത്. 3499 എന്ന നമ്പറിലുള്ള ടിക്കറ്റുകളിലെ ഒരു 9 പൂജ്യമാക്കി മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 23 വർഷമായി ലോട്ടറി വിൽപ്പനയുമായി കഴിയുന്ന ഗോപി കഴിഞ്ഞ 3.5 മാസമായി വീടിന് മുന്നിൽ തന്നെയാണ് ലോട്ടറി വിൽപ്പന നടത്തുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകളിലൂടെയും ഗോപിക്ക് അമിളി പറ്റിയിട്ടില്ല. മറ്റു ജോലികൾക്കൊന്നും പോകാനാകില്ലെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ലോട്ടറി വിൽപ്പന നടത്തുന്ന തൊഴിലാളികളെ കബളിപ്പിക്കുന്ന സംഘങ്ങൾ സജീവമായിരിക്കുകയാണ്.